പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ലേഖനമാണ് പഠിച്ചു തുടങ്ങുന്നത്. നമ്മളതിൻ്റെ ഒരു ആമുഖവും അതേപോലെ അതിൻ്റെ ലേഖനത്തിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതാണ്. അതിൻ്റെ തുടർച്ചയാണ് ഈ ഒരു ക്ലാസ്സും. എന്താണ് ആത്മപ്രതീതവാദം എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഏറ്റവും അധികം ജനങ്ങളിൽ ഏറ്റവും അധികം ആനന്ദമുളവാക്കുന്ന കലാവസ്തു ഏതോ അതാണ് ഏറ്റവും സുന്ദരമായ കലാവസ്തു. അതാണ് ആത്മപ്രതീതവാദത്തിൻ്റെ പോക്ക്. എന്നാൽ അപ്പോൾ സൗന്ദര്യത്തിന് ആസ്പദമായ ഉപാധികൾ മനസ്സാകുന്ന ആഭ്യന്തര ലോകത്തിൽ ആരായുവാൻ പുറപ്പെട്ടാൽ പല വൈഷമ്യങ്ങളും നേരിടേണ്ടി വരും എന്ന് പറഞ്ഞ് ജോഡ് എന്ന ചിന്തകൻ ആത്മപ്രതീതവാദത്തിനെതിരായിട്ട് ഒരു താർക്കിക രീതി പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ന്യായം ശ്രദ്ധേയമാണ്. ഇനി ഇവിടെ ആ ചിന്തകൻ പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം പറയുകയാണ്, ഈ ചിത്രം സുന്ദരമാണ് എന്ന വാക്യത്തിൻ്റെ അർത്ഥം ഈ ചിത്രം എനിക്ക് സുഖം തരുന്നു എന്ന് മാത്രം ആണെന്നാണല്ലോ ആത്മപ്രതീതവാദിയുടെ സിദ്ധാന്തം. ഈ സിദ്ധാന്തം ശരിയോ തെറ്റോ ആകട്ടെ, നമ്മൾ ജോഡിൻ്റെ ചിന്തയാണ് നമ്മളിവിടെ പറയുന്നത് എന്ന് ഓർക്കുക. ഈ സിദ്ധാന്തം ശരിയോ തെറ്റോ ആകട്ടെ, അത് കുറഞ്ഞ പക്ഷം വിവാദമെങ്കിലും ആണെന്ന് സമ്മതിക്കണം. അതായത് ഈ പ്രമേയത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ട്. സിദ്ധാന്തം ശരിയാണെങ്കിൽ ഈ ചിത്രം സുന്ദരമാണ് എന്ന വാക്യത്തിൻ്റെ സ്ഥാനത്ത് ഈ ചിത്രം എനിക്ക് സുഖം തരുന്നു എന്നാണ് വരേണ്ടതും. അപ്പോൾ ഇത് വെറും ഒരു പുനരുക്തി ആയതുകൊണ്ട് വിവാദക്ഷമമല്ല. സൗന്ദര്യം എന്നത് വാസ്തവികമല്ല. ഇങ്ങനെ വാദിക്കുന്നത് ശാസ്ത്രീയ പരീക്ഷണത്തിനും ശാസ്ത്രീയ നിർവചനത്തിനുമുള്ള പരിമിതി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ആത്മപ്രതീതവാദമനുസരിച്ച് ശാന്താരാമിൻ്റെ ശകുന്തളയാണ് കാളിദാസ ശകുന്തളയേക്കാൾ മികച്ചത് എന്ന് കൽപ്പിക്കേണ്ടി വരും. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെ ആരും ചെയ്യുന്നില്ല. അപ്പോൾ തലയെണ്ണി കാവ്യഗുണം നിശ്ചയിക്കുന്ന സമ്പ്രദായത്തിൽ ഇക്കൂട്ടർക്ക് പോലും വിശ്വാസമില്ല എന്ന് വേണം കരുതാൻ. അപ്പോൾ ഇവിടെ സഹൃദയന്മാരുടെ ആസ്വാദകന്മാരുടെ അഭിനന്ദനമാണ് സൗന്ദര്യത്തിന് അധിഷ്ഠാനം എന്ന് വരുന്നു. അപ്പോൾ ഇവിടെ പക്ഷേ എന്താണ്, സഹൃദയന്മാരുടെ ഇടയിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ട്. ആ വസ്തുത അംഗീകരിച്ചേ പറ്റൂ എന്നാണ് ജോഡ് എന്ന ചിന്തകൻ പുറപ്പെടുവിച്ച ആ താർക്കിക രീതിയെ പുറപ്പെടുവിച്ച ന്യായം ഇതാണ്. അപ്പോൾ ഇനി താർക്കിക കസർത്തുകൾ കൂടാതെ ആത്മപ്രതീതവാദത്തിൻ്റെ ദുർബലത കാണിക്കുവാൻ വഴിയുണ്ട്. ഈ വാദത്തിൻ്റെ ഉത്ഭവം ശാസ്ത്രസമ്മതമായ ലോകവും അതുപോലെ പരീക്ഷണവിധേയമായ ഭൗതിക ഗുണങ്ങളും മാത്രമാണ്. യഥാർത്ഥമെന്നതും മറ്റൊക്കെ എന്താണ്, മിഥ്യയാണ് എന്നുള്ള ബോധത്തിൽ നിന്നാണ്. ഇനി ഒരു വസ്തുവിൻ്റെ ഘനം ശാസ്ത്രീയ പരീക്ഷണത്തിന് എന്താണ്, വിധേയമാണ്. തന്മൂലം അത് വാസ്തവികവുമാണ്. എന്നാൽ ഒരു വസ്തുവിൻ്റെ സൗന്ദര്യം എന്താണ്, ശാസ്ത്രീയ നിർവചനത്തിന് തികച്ചും വിധേയമായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സൗന്ദര്യം വാസ്തവികമല്ല എന്ന് പറയുന്നതും. അപ്പോൾ ഇങ്ങനെ വാദിക്കുന്നത് ശാസ്ത്രീയ പരീക്ഷണത്തിൻ്റെയും ശാസ്ത്രീയ നിർവചനത്തിൻ്റെയും പരിമിതി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പണ്ട് പ്ലൂട്ടോ എന്ന ഗ്രഹം ജ്യോതിശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരുന്നില്ല. അതുകൊണ്ട് ഈ ഗ്രഹം പണ്ടില്ലായിരുന്നു എന്ന് വാദിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ അതുപോലെ ഏതാണ്ട് അതേപോലെയാണ് സൗന്ദര്യവും. അപ്പോൾ ശാസ്ത്രീയ നിർവചനത്തിന് വിധേയമല്ലാത്തത് കൊണ്ട് അത് വാസ്തവികമല്ലെന്നുള്ള വാദവും. ഇനി ആത്മപ്രതീതവാദം പൂർണ്ണമായി സമ്മതിക്കുന്ന പക്ഷം ഒരു വസ്തുവിൻ്റെ സൗന്ദര്യം മാത്രമല്ല, മറ്റ് എല്ലാ ഗുണങ്ങളും നമ്മുടെ മനസ്സിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ചിത്രത്തിന് 3 അടി നീളവും 2 അടി വീതിയും ഉണ്ടെന്ന് പറയുമ്പോൾ ചിത്രത്തിന് സ്വന്തമായ ഒരു ലക്ഷണമല്ല പറയുന്നതെന്നും എൻ്റെ മനസ്സിലുള്ള ചില ഭാവനകൾ മാത്രമാണ് ആ പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്നതെന്നും സമ്മതിക്കേണ്ടിയും വരും. അതായത് നമ്മുടെ മനോവികാരങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാറ്റിൻ്റെയും വാസ്തവികത
നിഷേധിക്കേണ്ടിയും വരും. എന്നാൽ ആത്മപ്രതീതവാദികൾ അത്രത്തോളം പോകാൻ തയ്യാറുമല്ല. അപ്പോൾ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ അവർ തങ്ങളുടെ വാദം പ്രയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ നില എന്താണ്? യുക്തിദൃഷ്ട്യ സുസ്ഥിരവും അല്ലല്ലോ എന്നാണ് പറയുന്നത്. ഇനി ആത്മപ്രതീതവാദത്തിൽ സുന്ദരമായ രണ്ട് വസ്തുക്കളെ താരതമ്യം ചെയ്യുന്നതിനുള്ള മാനദണ്ഡം ആ വസ്തുക്കളിൽ സ്ഥിതി ചെയ്യുന്ന ഗുണമൊന്നുമല്ലെന്നും പ്രത്യുത അഭിനന്ദകന്മാരുടെ എണ്ണവും അഭിനന്ദനത്തിൻ്റെ ശക്തിയും മാത്രമാണെന്നും നാം കണ്ടു കഴിഞ്ഞു. നമ്മൾ കാളിദാസന്റെ ശകുന്തളയാണ് അല്ലേ, ആ ശകുന്തളയേക്കാളും മികച്ചത് ഏതാണ്? ശാന്താരാമിൻ്റെ ശകുന്തള ആണ് ഇന്ന് അധികം പേരും അഭിനന്ദിക്കുന്നതെന്നും അപ്പോൾ അവരുടെ അഭിനന്ദനം ശക്തിമത്താണെന്നാണ് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ്? ശാന്താരാമിൻ്റെ ശകുന്തളയ്ക്ക് കാളിദാസൻ്റേതിനേക്കാൾ മെച്ചം കൽപ്പിക്കേണ്ടി വരും. പക്ഷേ വാസ്തവത്തിൽ ആരും അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആ ചിന്തകൻ ചൂട് പറയുന്നതും തലയെണ്ണി കാവ്യഗുണം നിശ്ചയിക്കുന്ന സമ്പ്രദായം ആത്മപ്രതീതവാദികൾക്ക് പോലും സ്വീകരിക്കുവാൻ മടിയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി, ഒരു ദുർഘട സന്ധിയിൽ നിന്ന് ഒഴിയുവാൻ വേണ്ടിയിട്ട് അവർ മറ്റൊരു ഉപായവും പ്രയോഗിക്കുന്നുണ്ട്. ആസ്വാദകന്മാരുടെ എണ്ണം നോക്കിയിട്ട് സൗന്ദര്യത്തെ അളക്കണമെന്ന് പറയുമ്പോൾ യഥാർത്ഥ സഹൃദയന്മാരെ മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് പുതിയ ന്യായം. അപ്പോൾ ഈ ന്യായം അനുസരിച്ച് സഹൃദയന്മാരുടെ അഭിനന്ദനമാണ് സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം. പക്ഷേ സഹൃദയന്മാരുടെ ഇടയിൽ ലോകോത്തരങ്ങളായിട്ടുള്ള കൃതികളെക്കുറിച്ച് പോലും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ 18-ാം നൂറ്റാണ്ടിലെ സഹൃദയന്മാർക്ക് ഷേക്സ്പിയറെ പറ്റി വലിയ മതിപ്പുണ്ടായിരുന്നില്ല. പോപ്പ് ജനിച്ച രാജ്യത്ത് ഷേക്സ്പിയറുടെ അശിക്ഷിതമായ കലാവികൃതികളെ അഭിനന്ദിക്കുന്നത് ആശ്ചര്യകരമായിരിക്കുന്നു എന്ന് വോൾട്ടയർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹൃദയന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ സൗന്ദര്യത്തിന് അധിഷ്ഠാനം എവിടെയാണ് എന്നാണ് ലേഖകൻ ചോദിക്കുന്നതും. അപ്പോൾ ഇവിടെ അത് മാത്രമല്ല, ആത്മപ്രതീത സിദ്ധാന്തം അനുസരിച്ച് സഹൃദയത്വം, സഹൃദയന്മാരാരാണ്? ആസ്വാദകരാണ് അല്ലേ? അപ്പോൾ എന്താണെന്ന് തന്നെ നിർവചിക്കുകയും വയ്യ. അപ്പോൾ ആരാണ് സഹൃദയൻ? ഉത്കൃഷ്ട കൃതികളെയെല്ലാം അഭിനന്ദിക്കുന്നവൻ. അപ്പോൾ ഉത്കൃഷ്ട കൃതികളെന്ന് വെച്ചാൽ എന്താണ്? സഹൃദയന്മാർ അഭിനന്ദിക്കുന്നതേതോ അതാണ് ഉത്കൃഷ്ട കൃതികൾ. അപ്പോൾ ഇതൊരു വക ചക്രവാദമാണെന്ന് പ്രത്യക്ഷമാണല്ലോ. അപ്പോൾ നിർവചിക്കേണ്ട പദത്തെ ആശ്രയിച്ചുകൊണ്ടുള്ള വിവരണം നിർവചനം ആകുകയുമില്ല. ഇനി സൗന്ദര്യ ആസ്വാദനത്തിൽ 2 ഘടകങ്ങളുണ്ട്. ആസ്വദിക്കുന്നതൊന്ന്, ആസ്വദിക്കപ്പെടുന്നത് മറ്റൊന്ന്. ഒന്ന് ആസ്വദിക്കുകയാണ്, അത് സ്വയമാണ്. ആസ്വദിക്കപ്പെടുന്നത് മറ്റൊന്നാണ്. ഇങ്ങനെ സൗന്ദര്യം മനസ്സിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഇവിടെ സൗന്ദര്യ ആസ്വാദനം എന്നതിന് മനസ്സ് സ്വയം ആസ്വദിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. സൗന്ദര്യം മനസ്സിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ എന്താണ്? ആ സൗന്ദര്യം ആസ്വാദനത്തിന് മനസ്സ് സ്വയം ആസ്വദിക്കുന്നു എന്ന് മാത്രമേ അർത്ഥം വരികയുള്ളൂ. പക്ഷേ മനസ്സ് ആസ്വദിക്കുക മാത്രമല്ല ചെയ്യുന്നതും, വൈരൂപ്യത്തിൽ അത് അവജ്ഞ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സൗന്ദര്യം മനസ്സിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ വൈരൂപ്യം മനസ്സിൽ സ്ഥിതി ചെയ്യുന്നതായിരിക്കും. സൗന്ദര്യം മനസ്സിൽ മാത്രമാണെങ്കിൽ അവിടെ എന്താണ്? ആ വിരൂപവും മനസ്സിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ മനസ്സ് അതിനെ തന്നെ നിഷേധിക്കുവാൻ, അതിനോട് തന്നെ അവജ്ഞ തോന്നുവാൻ ബന്ധപ്പെടുന്നത് സ്വാഭാവികമാണോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ലേഖനത്തിൽ തുടരുകയാണ്. അപ്പോൾ ഇവിടെ സൗന്ദര്യം മനോജാതവും അനന്യാപേക്ഷിതവുമാണെങ്കിൽ ഇന്ന വസ്തുക്കൾക്ക് മാത്രമേ നമ്മൾ സൗന്ദര്യപ്രതീതി ഉളവാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാവുന്നതല്ല. നമ്മളുടെ മനസ്സിലേക്ക് സൗന്ദര്യം അത് ആസ്വദിക്കാൻ കഴിയും ഇന്ന വസ്തുവിന് മാത്രമാണ്, അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടോ? അതില്ല. അപ്പം ഏത് വസ്തുവിലും എന്താണ്? സൗന്ദര്യബോധത്തെ തട്ടിയുണർത്താൻ പര്യാപ്തമായിരിക്കണം. പക്ഷേ നമ്മുടെ അനുഭവം മറിച്ചാണ്. ഒരു കുപ്പക്കുന്നും ചാണകക്കുഴിയും കണ്ട് നാം സൗന്ദര്യാതിശയത്താൽ മതിമറന്നു പോകാറില്ല അല്ലേ? മാലിന്യങ്ങൾ കിടക്കുന്ന സ്ഥലവും ചാണകക്കുഴിയും കണ്ടിട്ട് നമ്മൾ അതിൻ്റെ മനോഹാരിത ആസ്വദിച്ച് നിൽക്കാറുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇവിടെ സൗന്ദര്യപ്രതീതി ഉളവാക്കുന്ന വസ്തുക്കൾ വളരെ അധികം ഇല്ലെന്നാണ് നമ്മുടെ അനുഭവം. അപ്പോൾ ഇവിടെ പ്രകൃതിയും സുകുമാര കലകളുമാണ് നമ്മിൽ മുഖ്യമായി സൗന്ദര്യ അനുഭൂതി ഉണ്ടാക്കുന്നത്. സൗന്ദര്യം എന്താണ്? ബാഹ്യലോകാസ്പദമല്ലെങ്കിൽ
ഇങ്ങനെ വരേണ്ട ഒരു ന്യായവും കാണുന്നുമില്ല. പുറമേക്കുള്ളതാണെങ്കിൽ സൗന്ദര്യം അല്ലേ. അപ്പം നമുക്ക് പ്രകൃതിയ ആഹ്ലാദത്തോടാണ് പ്രതിപത്തി. അപ്പോൾ സൗന്ദര്യജാതമായ ആഹ്ലാദം ബാഹ്യലോകത്തെയല്ല ആശ്രയിച്ചിരുന്നതെങ്കിൽ അത് സ്ഥായിയായി നമ്മിൽ കുടികൊള്ളേണ്ടതാണ് അല്ലേ, സ്ഥായിയായിട്ട് എന്നേക്കും നിലനിൽക്കേണ്ടതാണ്. പക്ഷേ ആഹ്ലാദത്തോടൊപ്പം തന്നെ അതിന് വിപരീതമായ മനോവ്യാപാരവും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം കണ്ടെത്തണമെങ്കിൽ നമ്മുടെ അന്തരംഗത്തിൽ മാത്രം ദത്താവധാനം ആയിരുന്നാൽ പോരെന്നും ബഹിർലോകത്തേക്ക് ദൃഷ്ടികൾ വ്യാപിക്കേണ്ട ആവശ്യമുണ്ടെന്നും വന്നുകൂടുന്നു. അപ്പോൾ ഇവിടെ സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം, അതിൻ്റെ അടിസ്ഥാനം കണ്ടെത്തണമെങ്കിൽ, അതെവിടെയാണ് സൗന്ദര്യം ഇരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറയുന്നത്? നമ്മുടെ അന്തരംഗം, ഉള്ളിൽ മാത്രം പോരാ, മറിച്ച് എങ്ങനെയാണ് ബഹിർലോകത്തിലേക്ക് അല്ലെ, പുറമേക്കും നമ്മുടെ കണ്ണുകൾ അല്ലെ വ്യാപിക്കേണ്ടതും അല്ലെങ്കിൽ വ്യാപരിപ്പിക്കേണ്ടതും ദൃഷ്ടികളെ ഊന്നേണ്ടതും ആവശ്യമായിട്ട് വരികയാണ്. അപ്പോൾ ഈ ബാഹ്യലോകത്തിലേക്ക് പോകുമ്പോഴോ, ബാഹ്യലോകത്തിലെ ഏത് ഗുണങ്ങളെ ആസ്പദമാക്കിയാണ് നാം സൗന്ദര്യത്തിൻ്റെ ഉൽപ്പത്തി കണ്ടെത്തുക? എന്തിലാണ് സൗന്ദര്യം? അതാണ് ഈ ലേഖനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. എവിടെയാണ് സൗന്ദര്യം സ്ഥിതി ചെയ്യുന്നത്? അതാണ് ഇവിടെ MP ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബാഹ്യലോകത്തിലേക്ക് വരുമ്പോൾ ഇവിടെ എവിടെയാണ് സൗന്ദര്യത്തിൻ്റെ ഉൽപ്പത്തി കണ്ടെത്തുക? ആ ഗുണങ്ങൾ ഭൗതികമോ അഭൗതികമോ, ഈ ഒരു കാര്യങ്ങളെ കൂടി അവിടെ ചിന്തിക്കേണ്ടതുണ്ടെന്നാണ്. അപ്പോൾ ഭൗതികമായ ചില ഗുണങ്ങളെ ആധാരമാക്കിക്കൊണ്ട് സൗന്ദര്യ നിർണയം നടത്താൻ പല കലാചിന്തകന്മാരും ശ്രമിച്ചിട്ടുള്ളതായി കാണാം. അപ്പോൾ 18-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധ രാഷ്ട്രീയ ചിന്തകനായ ബർക്ക് തൻ്റെ ഒരു യുവകൃതിയിൽ അങ്ങനെ ഒരു ശ്രമം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബർക്കിൻ്റെ ആ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബർക്കിൻ്റെ ആ ഒരു രീതി എന്താണ് എന്നുള്ളത് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചോദ്യം ഇങ്ങനെയും വരിക: രമണീയം, മഹനീയം എന്നിവയെ സംബന്ധിച്ച് പ്രസിദ്ധ രാഷ്ട്രീയ ചിന്തകനായ ബർക്കിൻ്റെ നിരീക്ഷണം എന്ത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇവിടെ ബർക്ക് എന്താണ് ചെയ്തിട്ടുള്ളത്? രമണീയം, മഹനീയം എന്നിവയ്ക്ക് തമ്മിലുള്ള വ്യത്യാസം പ്രകടിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യ ഉദ്ദേശവും. എന്നാലും പ്രാസംഗികമായി അദ്ദേഹം രമണീയകത്തിൻ്റെ അധിഷ്ഠാനമായ ചില ഭൗതിക ഗുണങ്ങളെ പരാമർശിക്കുന്നുമുണ്ട്. അപ്പോൾ രമണീയമായ വസ്തു പൊതുവെ എങ്ങനെയായിരിക്കും? ചെറുതായിരിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തം. ആരുടെ സിദ്ധാന്തമാണ്? ബർക്കാണ്, ബർക്കിൻ്റെ സിദ്ധാന്തം. അപ്പോൾ രമണീയ വസ്തുക്കളിൽ ഏതാണ്ട് ഒരു ഒതുക്കവും കൃശത്വവും ഓമനത്വവും നാം ദർശിക്കുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയാണ്? ഒതുക്കം വേണം അല്ലേ, കൃശത്വം, വളരെ മെലിഞ്ഞ്, ഓമനത്വം, ഇതൊക്കെ നമുക്ക് രമണീയത്തിൽ വരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അതുപോലെ വലുപ്പം കൂടുമ്പോൾ രമണീയതയുടേതല്ല, മഹനീയതയുടെ പ്രതീതിയാണ് നമ്മിലുണ്ടാകുന്നത്. അപ്പോൾ വലുപ്പം കൂടുന്തോറും എങ്ങനെയാണ് വരുന്നത്? ഈ സിദ്ധാന്തം അനുസരിച്ച് സൂര്യോദയമോ ഹിമാലയ പർവ്വതമോ രമണീയമാണെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ആദ്യം രമണീയം എന്ന് പറയുന്നത് വളരെ ചെറുതും ഓമനത്വം തുളുമ്പുന്നതും അല്ലേ, മെലിഞ്ഞതും ഒക്കെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഹനീയം എന്ന് പറയുമ്പോൾ അത് വലിയ ആ ഒരു തലത്തിലേക്കാണ് പോകുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ്? ഹിമാലയ പർവ്വതം ഇതൊക്കെ രമണീയമാണെന്ന് പറയാനും സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവ മഹനീയമായ കാഴ്ചകളാണ് അല്ലേ, വലിയ വലിയ ഇതാണ്. അപ്പോൾ കാളിദാസൻ്റെ ഹിമാലയ വർണ്ണനയിൽ രമണീയമായ അംശങ്ങൾ അവിടെ കാണുന്നുണ്ടെങ്കിലും ആകെ കൂടി നോക്കുമ്പോഴെന്താണ്? മഹത്വമാണ് മുന്നിട്ട് നിൽക്കുന്നതും. അപ്പോൾ സുന്ദരമായ വസ്തുക്കളിൽ എന്താണ്? ഋജുവായ രേഖ മുന്നിട്ട് നിൽക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാളിദാസൻ്റെ ഹിമാലയ വർണ്ണനയിൽ അല്ലേ രമണീയമായ അംശങ്ങളും അവിടെ ചിതറിക്കിടക്കുന്നതായിട്ട് കാണാം. പക്ഷെ ആകെ കൂടി നോക്കുമ്പോഴെന്താണ്? അതിലെ മഹനീയം, ആ മഹത്വമാണ് മുന്നിട്ട് നിൽക്കുന്നതും. ഹിമാലയോ നാമ നഖാതിരാജ എന്ന പദത്തിലെ ആ ആകാരത്തിൻ്റെ മന്ത്രധ്വനി തന്നെ ഇതിന് ദൃഷ്ടാന്തമാണ്. അപ്പോൾ വലുപ്പം കൂടുന്തോറും
സന്തുഷ്ടിയേക്കാൾ വിസ്മയമാണ് മനസ്സിൽ പൊന്തി വരുന്നത്. അപ്പം നമ്മൾ ഒരു ഹിമാലയം പർവ്വതനിരകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് വിസ്മയമാണ്. അപ്പം അവിടെ രമണീയമല്ല. ആ ഒരു കാര്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതും. അതുപോലെ സുന്ദര വസ്തുക്കൾ മനസ്സിനെ സുഖത്തിൽ ആറാടിക്കുന്നു, എന്നാൽ വലുപ്പമുള്ള വസ്തുക്കൾ മനസ്സിനെ പിടിച്ചുയർത്തുന്നു. ഇങ്ങനെ രമണീയ വസ്തുക്കളിൽ സൗന്ദര്യവും മഹനീയ വസ്തുക്കളിൽ ശക്തിയും പ്രതിഫലിക്കുന്നു. അപ്പൊ രമണീയ മഹനീയ എന്ന് പറയുന്നത് രമണീയമായ വസ്തുക്കളിൽ സൗന്ദര്യം, മഹനീയ വസ്തുക്കളിൽ എന്താണ് ശക്തിയും പ്രതിഫലിക്കുന്നു. അപ്പം അതുകൊണ്ട് ഒരു വസ്തു സുന്ദരമാണെന്ന് പറയണമെങ്കിൽ അത് നമ്മുടെ കണ്ണിലും ഒതുങ്ങുന്നതായിരിക്കണം, അതായത് ചെറുതായിരിക്കണം. നമുക്ക് ഓമനത്വം തോന്നുന്ന വസ്തുക്കളുടെ നാമത്തോട് കൊച്ച്, കുഞ്ഞ് മുതലായ പദങ്ങൾ ചേർക്കുന്നത് സാധാരണമാണല്ലോ. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇവിടെ ബർക്ക് പറയുന്നത്. അപ്പോൾ സൗന്ദര്യത്തിന് ആസ്പദമായിട്ടുള്ള മറ്റൊരു ഗുണം എന്താണ്? മാർദ്ദവമാണ്. അപ്പോൾ അഴകും പരുപരുപ്പും തമ്മിൽ പൊരുത്തമില്ല. അപ്പോൾ ഖനിയിൽ നിന്നെടുക്കുന്ന രത്നത്തിന് മിനുപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ അത് സുന്ദരമാകൂ, അല്ലെങ്കിൽ എന്താണ് സുന്ദരമല്ല എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ എന്താണ് അത് നല്ല മാർദ്ദവമായിരിക്കണം, അല്ലെങ്കിൽ അത് ഉണ്ടെന്ന് തോന്നിക്കണം. അപ്പോൾ താടിക്കാരൻ്റെ മുഖം നമ്മിൽ ആദരവ് ഉളവാക്കിയേക്കാം, പക്ഷെ ക്ഷൗരം ചെയ്തെങ്കിൽ മാത്രമേ അല്ലേ അവിടെ അത് സൗന്ദര്യജന്യമായിട്ടുള്ള ഒരു ആനന്ദം കാണികളിൽ ഉളവാക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാർദ്ദവത്തെ സൗന്ദര്യത്തിൻ്റെ അഭിന്ന ഘടകമായിട്ടാണ് ബർക്ക് കാണുന്നത്. മാർദ്ദവത്തെ സൗന്ദര്യത്തിൻ്റെ അഭിന്ന അതിലല്ലാത്ത ഘടകമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഇനി അവിടെ ആകൃതിയെ സംബന്ധിച്ചും ബർക്കിന് ചിലത് പറയാനുണ്ട്. അപ്പൊ സുന്ദരമായ വസ്തുക്കളിൽ ഒന്നിലും എന്താണ് ഋജുരേഖ മുന്നിട്ട് നിൽക്കുകയില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെതായ വാദം. അപ്പം അഴകുള്ള ഏത് വസ്തുവിലാണെങ്കിലും ഒരു വളവ് കാണാതിരിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ വളവ് എങ്ങനെയാണ്? പൊടുന്നനെയുള്ളതായിരിക്കുകയില്ല എന്നാ. അപ്പോൾ തനി വൃത്തത്തിൽ യാതൊരു ഭംഗിയുമില്ലെന്നാണ് ബർക്കിൻ്റെ വാദം. സർക്കിൾ, അപ്പോൾ വട്ടക്കണ്ണ്, വട്ടത്തല മുതലായവയൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അതെങ്ങനെയാണ്? അപ്പോൾ സുന്ദരമായ വസ്തുവിലെ വളവ് മെല്ലെ മെല്ലെയാണ് പ്രത്യക്ഷപ്പെടുക. ഇവിടെ നേർവര മുന്നിട്ട് നിൽക്കുന്ന വസ്തുക്കൾ ചിലപ്പോൾ എന്താണ് മഹനീയമായിരിക്കാമെങ്കിലും അവ സുന്ദരമെന്ന് പറഞ്ഞുകൂടാ. അപ്പം അതിലും വിശേഷിച്ച് എന്താണ് സമകോണത്തിൽ വിലങ്ങനെ നിൽക്കുന്ന രേഖകൾ ഒരിക്കലും സുന്ദരമാകുകയുമില്ല. അതുകൊണ്ട് കുരിശ് അഴകുള്ള ആകൃതിയല്ല. അപ്പോൾ ഈജിപ്തിലെ സ്തൂപങ്ങളൊക്കെ എന്താണ് മഹനീയമാണ് അല്ലേ, ഈജിപ്തിലെ സ്തൂപങ്ങൾ, പക്ഷെ അവ എന്താണ് രമണീയമല്ല. എന്നാൽ താജ്മഹൽ പോലും രമണീയമോ മഹനീയമോ എന്ന് ബർക്ക് സംശയിച്ചേക്കാം. അത് വാസ്തവത്തിൽ അത്ര വലിയതാണ്, പക്ഷെ അല്പം അകലെ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ അംഗങ്ങളുടെ സമീചീനമായ പൊരുത്തം കൊണ്ട് തോന്നിക്കുന്ന ഓമനത്വവും അതിൻ്റെ മിനുമിനുപ്പും താഴികക്കുടം മുതലായവയുടെ വളവും അതിനെ രമണീയ വസ്തുക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയേക്കാം. അതുകൊണ്ടാണ് താജ്മഹൽ രമണീയമോ മഹനീയമോ എന്ന് ബർക്ക് സംശയിച്ചതും. അപ്പം ഈ മുകളിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ വേറെയും ചില ഭൗതിക ഗുണങ്ങളെ കുറിച്ചിട്ട് സൗന്ദര്യത്തിൻ്റെ ആധാരമായിട്ട് സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറെക്കുറെയുള്ള ദുർബലത, കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന വർണ്ണങ്ങളുടെ അഭാവം, വർണ്ണങ്ങളുടെ നാനാത്വം, സ്വച്ഛമായ വെളിച്ചം, ഇങ്ങനെ ഈ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയാൽ സൗന്ദര്യം താനേ ഉണ്ടാകുമെന്നാണ് ഭൗതികപരമായ വാദം. ഭൗതികവും അഭൗതികവുമായിട്ടുള്ള വാദം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഭൗതികപരമായിട്ടുള്ള വാദം എന്താ പറയുന്നത്? ഇവിടെ ഏറെക്കുറെയുള്ള ദുർബലത, കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന വർണ്ണങ്ങളുടെ അഭാവം, വർണ്ണങ്ങളുടെ നാനാത്വം, സ്വച്ഛമായ വെളിച്ചം, ഇങ്ങനെ പലതും. അപ്പം ഈ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങി വന്നാൽ എന്താണ് സൗന്ദര്യം താനേ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ആര് പറയുന്നത്? ഭൗതികവാദത്തിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. പ്രാവിൻ്റെ മാറിടം, പൈതലിൻ്റെ കവിൾത്തടം, പൂവിൻ്റെ ഇതൾ, തരുണിയുടെ ഖണ്ഡസ്ഥാനങ്ങൾ,
ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങളാണ് ബർക്ക് തൻ്റെ വാദത്തിന് ഉപോത്ബലകമായി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ബർക്ക് ഉന്നയിക്കുന്ന ആ ഒരു വാദത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഇത്രയും ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ ഗുണങ്ങൾക്ക് സമാനമായിട്ട് കലാലോകത്തിലും ചില ലക്ഷണങ്ങൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബൃഹത്തായ ഒരു ശില്പമോ വലിയ അല്ലേ, അപ്പോൾ ഹോമറിൻ്റെ മഹാകാവ്യമോ രമണീയമാണെന്ന് അദ്ദേഹം പറയുകയില്ല. അവ മഹനീയമാണ്. അപ്പോൾ അവ മഹനീയം എന്ന മറ്റൊരു പട്ടികയിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ രമണീയ വസ്തുക്കൾ പ്രേമത്തോട് സാദൃശ്യമുള്ള ഒരു വികാരം നമ്മിൽ ജനിപ്പിക്കുന്നു. അപ്പോൾ നമ്മിലുള്ള സ്ഥൂലതയെല്ലാം ദ്രവിപ്പിക്കുന്നു. ഈ ഫലം വസ്തുക്കളുടെ മേൽ പറഞ്ഞ ഗുണങ്ങളെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നതെന്നാണ് ബർക്കിൻ്റെ വാദം. അപ്പോൾ ഈ ഒരു ഗുണങ്ങൾ ഇന്ദ്രിയ മാർഗേണ നമ്മിൽ ജനിപ്പിക്കുന്ന വികാരമാണ് സൗന്ദര്യാവബോധം. അപ്പോൾ എന്താണ് സൗന്ദര്യാവബോധം എന്ന് കൂടി ഇവിടെ പറയുകയാണ്. ഇവിടെ ഈ ബർക്ക് പറഞ്ഞ ഈ ഗുണങ്ങൾ ഇന്ദ്രിയ മാർഗേണ, ഏതാണ് ഇന്ദ്രിയ മാർഗങ്ങൾ അല്ലേ, നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഇന്ദ്രിയ മാർഗേണ നമ്മൾ കാഴ്ച അല്ലേ, അപ്പോൾ ആ ഒരു ഇന്ദ്രിയ മാർഗേണ നമ്മിൽ ജനിപ്പിക്കുന്ന ഒരു വികാരമാണ് സൗന്ദര്യ അവബോധം. ഈ ഗുണങ്ങളുടെ കൂടിച്ചേരലിൽ പ്രസ്തുത ഫലം ഉളവാകാതിരിക്കുകയില്ല, അത് ഉണ്ടായി വരിക തന്നെ ചെയ്യും എന്ന് പറയാം. അപ്പം ഇങ്ങനെ വസ്തുക്കളുടെ ഭൗതിക ഗുണങ്ങളെ സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനമായി കൽപ്പിക്കുന്നത് പ്രഥമ ദൃഷ്ടിയിൽ യുക്തിയുക്തമായി തോന്നാമെങ്കിലും അത് നമ്മുടെ അനുഭവത്തിന് യോജിച്ചതല്ല. ഒരാൾ സുന്ദരമെന്ന് കരുതുന്നത് മറ്റൊരാൾക്ക് അസുന്ദരമായിരിക്കാം അല്ലേ. അപ്പോൾ ഈ വാദത്തിൽ നിന്ന് വിശദീഭവിക്കുന്നില്ല. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഘനം, നിറം മുതലായ ഭൗതിക ഗുണങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടാകാൻ ഇടയില്ലല്ലോ. എന്നാൽ സൗന്ദര്യത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. ഇക്കാര്യത്തിൽ വ്യക്തിപരമായ വാസനകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഒരാളിൻ്റെ കാമിനിയെ പറ്റി മറ്റൊരാൾ അവൻ എന്ത് കണ്ടിട്ടാണ് ആ പെണ്ണിൽ ഇത്ര ഭ്രമിച്ച് നടക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ വസ്തുക്കളുടെ ഗുണം മാത്രം നോക്കിയാൽ ഈ സംശയങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയില്ല. ഇപ്പോൾ ഒരാളുടെ കണ്ണിൽ ഏറ്റവും മനോഹരമായത് മറ്റൊരാളുടെ കണ്ണിൽ അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഗുണങ്ങളെ പറ്റി സൗന്ദര്യം നിശ്ചയിക്കുന്ന രീതിയുടെ അപര്യാപ്തത കാണിക്കാൻ ഒരു ദൃഷ്ടാന്തം മതി. ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തറയിൽ ഒരു ചേരട്ട ഇഴഞ്ഞു പോകുന്നത് കാണുന്നു. ബർക്ക് സൗന്ദര്യത്തിന് അധിഷ്ഠാനമായി കൽപ്പിക്കുന്ന ഗുണങ്ങളെല്ലാം അതിനുണ്ട് ചെറുതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. ഏതിലെ ചേരട്ടയിൽ. അപ്പോൾ അതിൻ്റെ ആകൃതിയിൽ വളവുണ്ട്. അപ്പോൾ അതിനെ തൊട്ട് നോക്കിയിട്ടില്ല, എന്നാലും അതിൻ്റെ പുറത്തിന് മിനുസമുണ്ടെന്ന് നമുക്ക് കാണുന്ന മാത്രയിൽ അറിയുകയും ചെയ്യാം. അപ്പോൾ നിറവും തിരക്കേടില്ല, ദുർബലതയും കൃശത്വവും ഒക്കെ അതിനുണ്ട് മെലിഞ്ഞിട്ടാണ്. ചേരട്ടെ കണ്ടാൽ നിങ്ങൾക്കറിയാം. അപ്പം ഇങ്ങനെയൊക്കെയാണെങ്കിൽ പ്രേമത്തോട് യാതൊരു സാദൃശ്യവും ഉള്ള വികാരമല്ല അതിനെ കാണുമ്പോൾ ഉണ്ടാവുന്നതും. അപ്പോൾ അതിനെ കാണുമ്പോഴെന്താണ് ഒരു അറപ്പ് തോന്നും അത് എല്ലാവർക്കും തോന്നുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഭൗതിക ഗുണവാദം ശരിയാണെങ്കിൽ അങ്ങനെ തോന്നാൻ വഴിയില്ല എന്നുള്ളതാണ്. ഭൗതിക ഗുണവാദം ഇവിടെ പറഞ്ഞില്ലേ നമ്മളടുത്ത്. അപ്പം എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങി വന്നാൽ സൗന്ദര്യം താനെ ഉണ്ടാകുമെന്ന്, വർണ്ണങ്ങളുടെ അഭാവം നാനാത്വം, സ്വച്ഛമായ വെളിച്ചം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയെങ്കിൽ ആ ഭൗതിക ഗുണവാദം ശരിയാണെങ്കിൽ ഇങ്ങനെ വരാൻ വഴിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൗതികവാദത്തിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപം ഹെർബർട്ട് സ്പെൻസറിൻ്റെ കൃതികളിൽ കാണാം. അപ്പോൾ നിലയിലും ചലനത്തിലുമുള്ള സൗന്ദര്യമാണ് അദ്ദേഹത്തിൻ്റെ ചിന്താവിഷയം. അപ്പോൾ ഭംഗിയുള്ള നിലയിലും ഇരിപ്പിലും നടത്തത്തിലും മറ്റും ആ ശ്രമത്തിൻ്റെ അഭാവമാണ് സൗന്ദര്യത്തിൻ്റെ നിദാനമായി അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം നിലയിലും ചലനത്തിലുമുള്ള സൗന്ദര്യമാണ് അദ്ദേഹത്തിൻ്റെ ചിന്താവിഷയം. അപ്പം ഭംഗിയുള്ള ഇപ്പോൾ ഇരിപ്പ്, ഇതിലൊക്കെ ശ്രമത്തിൻ്റെ അഭാവമായിട്ട് ഇത് സൗന്ദര്യത്തിൻ്റെ നിദാനമായിട്ട് കാണുകയാണ്. അപ്പോൾ തടിച്ച മനുഷ്യൻ്റെ പണിപ്പെട്ടുള്ള നടപ്പിൽ സൗന്ദര്യമില്ല. കുന്തം വിഴുങ്ങിയ പോലെ കസേരയുടെ അറ്റത്ത് ഇരിക്കുന്നതിലും സൗന്ദര്യമില്ല. പിന്നെയോ നൃത്തത്തിൽ സാഹസപ്പെട്ടുള്ള അംഗവിക്ഷേപങ്ങൾ ഒന്നിലും സൗന്ദര്യം കാണില്ല. അപ്പോൾ ഭാഗവതർ മുഖം കൊട്ടി ശബ്ദം പുറപ്പെടുവിക്കുന്നതിനുള്ള ശ്രമം പ്രത്യക്ഷപ്പെടുത്തി ചെയ്യുന്ന ആലാപത്തിലും സൗന്ദര്യമില്ല.
അപ്പോൾ കൈ രണ്ടും തുടയോട് ചേർത്ത് പിടിച്ച് വടി പോലെ നടക്കുന്നതിലും സൗന്ദര്യം കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ എവിടെ ശ്രമം പ്രത്യക്ഷപ്പെടുന്നുവോ അവിടെ സൗന്ദര്യം വിരളമായിരിക്കുമെന്നാണ് സ്പെൻസറിൻ്റെ സിദ്ധാന്തം. പക്ഷേ ഇതും സൗന്ദര്യത്തിൻ്റെ ഒരു സമഞ്ജസമായ നിർവചനമാണെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ഈ നിർവചനം ശരിയാണെങ്കിൽ ശക്തിവ്യയം പരിമിതമായി കാണുന്നിടത്തെല്ലാം സൗന്ദര്യവും കാണണമല്ലോ എന്നാണ് അദ്ദേഹം പറയുക. അപ്പോൾ 2 കാലിൽ നിൽക്കുന്നതിനേക്കാൾ ശ്രമക്കുറവ് കമിഴ്ന്നടിച്ച് നിലത്ത് കിടക്കുന്നതിലാണ്. അപ്പം അതുകൊണ്ട് രണ്ടാമത്തെ അവസ്ഥയാണ് കൂടുതൽ ഭംഗിയുള്ളതെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ശ്രമക്കുറവിൻ്റെ പരമാവധി കാണുന്നത് ഒരു ശവത്തിൻ്റെ കിടപ്പിലാണ്. അതിലാണോ ഏറ്റവും അധികം സൗന്ദര്യം? അപ്പോൾ ഭൗതിക ഗുണങ്ങളെ മാത്രം മാനദണ്ഡമാക്കുന്ന സൗന്ദര്യാന്വേഷണം തികച്ചും അപര്യാപ്തമാണെന്നാണ് ഇത്രയും പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. എന്താണ്? ഭൗതിക ഗുണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കുന്ന സൗന്ദര്യ അന്വേഷണം, ആ ഭൗതിക ഗുണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ള സൗന്ദര്യ അന്വേഷണം തികച്ചും എന്താണ്? അപര്യാപ്തമാണെന്നാണ് നമ്മൾ മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടതും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.